വാതിൽ വലിച്ചു തുറന്ന ശബ്ദവും ഷാഫിയുടെ ശബ്ദവും കേട്ട് ആ ഭാഗത്തേക്ക് വന്നവരിൽ നിന്നും എന്താ ഷാഫിയെ നീ കാണിക്കണത്, എന്താണ് പ്രശ്നം എന്നുള്ള ഉമ്മയുടെ ചോദ്യത്തിന് ഇന്നേ വരെ കാണാത്ത ഭാവത്തോടെ നിൽക്കുന്ന ഷാഫി ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ഫെബിനയെ നോക്കി പറഞ്ഞു, ഉമ്മ എനിക്കവൾ ശരിയാവില്ല, ഇപ്പോൾ ഇവളെ ഇവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. നീ എന്തൊക്കെയാണ് ഈ പറയണത്? അതിന് മാത്രം എന്തുണ്ടായി? ജ്യേഷ്ഠൻ ജമാലാണ് ഷാഫിക്കരികിലേക്ക് വന്നങ്ങനെ ചോദിച്ചത്. ഇക്ക, എൻ്റെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസമാണിന്ന്. ഞാൻ റൂമിൽ കയറിയത് മുതൽ തുടങ്ങിയതാണ് ഇവൾ ആളെ പരിഹസിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ. എന്താണ് പറഞ്ഞു എന്ന് ജ്യേഷ്ഠൻ വീണ്ടും ചോദിച്ചപ്പോൾ ഷാഫി അല്പം മടിയോടെയാണെങ്കിലും പറഞ്ഞു, ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാവരും ചൊല്ലുന്നൊരു ദിക്ർ അവളോടൊന്ന് ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഇത് ഇവളുടെ വായ മൂടിക്കെട്ടാൻ നമ്മളെ വീട്ടുകാർ ഷിഹർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ആളെ പരിഹസിക്കുന്നു. അതൊന്നും ചെയ്യാനും പറ്റില്ലത്രേ. അവളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ എനിക്ക് അധികാരമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ ദിവസം തന്നെ ഇവരോടൊക്കെ പെരുമാറിയത് എങ്ങനെയാണെന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കൂ. നമ്മളിവളെ എന്താണ് ചെയ്തത്? ജമാലിനോട് സുറുമി വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഫെബിനയെ നോക്കി ജമാൽ ചോദിച്ചു, എന്താ ഫെബി ഇതൊക്കെ? ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും? അവൻ നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാവാൻ വേണ്ടിയല്ലേ ആ ദിക്ർ ചൊല്ലാൻ പറഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു, തെറ്റുപറ്റിയത് നിങ്ങൾ പരസ്പരം പറഞ്ഞ് അവസാനിപ്പിച്ച് ജീവിതത്തിലേക്ക് കടക്കൂ. രണ്ടാളും റൂമിലേക്ക് ചെല്ല്. ഒരു മൗനം കൊണ്ട് നേരിടേണ്ട ആ സന്ദർഭം കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഫെബിന പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയൻ്റെ സൈഡ് നിൽക്കാനല്ലേ പറ്റൂ. അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങൾ വരെ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ ഓതിക്കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെ എൻ്റെ തലയിലും ദേഹത്തും ഓരോന്ന് ചൊല്ലി ഊതാനും കെട്ടാനും ഒന്നും പറ്റില്ല. അതൊക്കെ എൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ ചെയ്യാനും പറ്റില്ല. വന്നു കയറിയില്ല, അപ്പോഴേ തുടങ്ങി ചൊല്ലലും മുതലും. പക്വത തീരെയില്ലാത്ത ഒരുത്തിയുടെ അഹങ്കാരം കലർന്ന വാക്കുകൾക്ക് ആര് മറുപടി കൊടുക്കും എന്നറിയാതെ നിൽക്കുമ്പോൾ പിന്നീട് സംസാരിച്ചത് ഉമ്മയായിരുന്നു. ഒരു ഭർത്താവ് അവളുടെ ഭാര്യയോട് കല്യാണം കഴിഞ്ഞ അന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ദിക്ർ ചൊല്ലാൻ പറയുന്നത് സിഹ്ർ ആണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ഷാഫി, നിന്നോട് വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും അല്ലല്ലോ ചെയ്യാൻ പറഞ്ഞത്. ഈ വീട്ടിൽ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവരാണ് ഉള്ളത്. അപ്പോൾ ചൊല്ലാനുള്ളത് ചൊല്ലും, ഊതാനുള്ളത് ഊതും. അതൊക്കെ ഇവിടെ ഉള്ളവരും ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങളിതൊക്കെ മകൻ്റെ കല്യാണം ഉറപ്പിക്കാൻ വരുമ്പോൾ പറയണമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു. ആരോടാണ് സംസാരിക്കുന്നതെന്ന് പോലും നോക്കാതെ മറുപടി കൊടുത്ത ഫെബിനയോട്, നിന്റെ കുടുംബക്കാരുടെ നടത്തം കണ്ട് ദീനുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയാതിരുന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ, വേഷം മാത്രമേ ഉള്ളൂ, 10 പൈസൻ്റെ വിവരമില്ല എന്നുള്ളത്. വിളിക്ക് ഷാഫി ഓളെ ഉപ്പാനെ, ഇവളെ ചുമക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ല. അത് കേട്ടതും അതുവരെ മിണ്ടാതെ നിന്ന ഷാഫിയുടെ ഉപ്പ പറഞ്ഞു, ഏതായാലും നേരം വെളുക്കട്ടെ, ഈ രാത്രി ആ കുടുംബത്തിൻ്റെ സമാധാനം കളയണ്ട. ഇവിടെ ഏതായാലും പോയി. നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്ന ഈ വീട്ടിൽ നേരം വെളുക്കുവോളം നിൽക്കാൻ നിങ്ങൾ വേറെ ആളെ നോക്കണം എന്നും പറഞ്ഞ് ഫെബിന ഫോൺ എടുക്കാൻ റൂമിലേക്ക് കയറിയപ്പോൾ ഷാഫി സുറുമിയെ നോക്കി ഷാഫിയോട് സുറുമി ക്ഷമയോടെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ഫെബിന റൂമിൽ കയറി ഉപ്പയോട് കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫോൺ വയ്ക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഡ്രസ്സുകൾ എടുക്കാൻ അലമാര തുറന്നതും ഷാഫി പറഞ്ഞു, നീ ഇട്ടുവന്ന ഡ്രസ്സും ആഭരണങ്ങളുമല്ലാതെ ഒന്നിലും തുടരുത്.
ആർക്ക് വേണം നിങ്ങളുടെ ഡ്രസ്സ്? എല്ലാം കെട്ടിപ്പിടിച്ച് കിടന്നോ എന്നും പറഞ്ഞ് അവൾ സിറ്റൗട്ടിലേക്ക് നടന്നു.